സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സംവിധായകനാണ് ശ്രീ രാജീവ് നാഥ്. അദ്ദേഹത്തിൻ്റെ അഹം, ജനനി എന്നീ ചിത്രങ്ങൾ കണ്ടതോർമ്മിക്കുന്നു. ജനനി ഫിലിം ഫെസ്റ്റിവലിലും പിന്നെ ഒന്നോ രണ്ടോ തവണ യൂട്യൂബിലും TV-യിലുമൊക്കെ കണ്ടതോർമ്മിക്കുന്നു. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ചിത്രമാണ് ജനനി. ചിത്രം മനോഹരമായി തോന്നി. എങ്കിൽ പോലും സംവിധായകൻ എന്താണ് പ്രേക്ഷകരോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എൻ്റെ പരിമിതമായ അല്ലെങ്കിൽ ആ ഒരു കാഴ്ച പരിചയമാവാം, എനിക്കത്ര പിടികിട്ടിയില്ല എങ്കിലും ചിത്രം മനോഹരമാണ്. പിന്നെ അഹം, ശ്രീ മോഹൻലാൽ നായകനായ അഹം വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത പ്രദർശന വിജയം നേടിയ ഒരു ചിത്രമാണ്. ശ്രീ കാവാലം നാരായണ പണിക്കരുടെ മനോഹര ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഹം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത് കാണുന്ന എൻ്റെ പ്രേക്ഷകരിൽ പലരും ആ ചിത്രം കണ്ടിട്ടുണ്ടാവും. ഈ ചിത്രത്തെ ആർട്ട് സിനിമയുടെ ഗണത്തിലോ അല്ല കച്ചവട സിനിമയുടെ ഗണത്തിലോ അല്ല സമാന്തര സിനിമയുടെ ഗണത്തിലോ ഏതിൽ പെടുത്തണമെന്ന് സിനിമയെ നിരീക്ഷിക്കുന്നവർ അല്പം വിഷമിച്ചു പോകും. കാരണം നല്ലൊരു ചിത്രമാണ്. ശ്രീ മോഹൻലാലിൻ്റെ ആ കഥാപാത്രം തീർത്തും ഒരു പുതുമയുള്ളതാണ്. ഉർവശിയാണ് അതിലൊരു മുഖ്യ റോള് ചെയ്തിട്ടുള്ളത്. ആ ഒരു കഥാപാത്ര രൂപീകരണം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഒരു പ്രത്യേകതയുള്ളതാണ്. പ്രത്യേക സ്വഭാവത്തിനുടമയായ ഒരു കഥാപാത്രത്തെയാണ് ഉർവശി അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ സിനിമയുടെ ക്രാഫ്റ്റും ഭാഷയും വഴങ്ങുന്ന ഒരു സംവിധായകനെയാണ് ആ ചിത്രത്തിൽ കാണുന്നത്. പിന്നെ ശ്രീ രാജീവ് നാഥിൻ്റെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സൂര്യൻ്റെ മരണം തുടങ്ങിയ ചില ചിത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ആ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ പോലും തൻ്റേതായൊരു ഇടം മലയാള സിനിമാ ലോകത്ത് നേടിയ ഒരു സംവിധായകനാണ് രാജീവ് നാഥ് എന്ന് നിസ്സംശയം പറയാം. അഹം എന്ന സിനിമയെക്കുറിച്ച് വീണ്ടും രസനീയത, സിനിമയുടെ ഒരു ആസ്വാദ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കലാപരമായ അല്ലെങ്കിൽ ജീവിത നിരീക്ഷണങ്ങളും സാമൂഹ്യ നിരീക്ഷണങ്ങളുമൊക്കെ ആ ലാളിത്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സംവിധായകൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടൊരു സംവിധായകനാണ് ശ്രീ രാജീവ് നാഥ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും ഇനിയും വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. സിനിമയുടെ ക്രാഫ്റ്റ് വശമുള്ളൊരു സംവിധായകൻ തന്നെയാണ് ശ്രീ രാജീവ് നാഥ്. ഈ ഒരു കുഞ്ഞു ചിന്ത എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കണമെന്ന് തോന്നി. ഇപ്പോൾ സിനിമയെ ഗൗരവമായി കാണുന്ന, നിരന്തരം നിരീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ എൻ്റെ വർത്തമാനങ്ങളിൽ വലിയ പുതുമ, ഇയാൾ ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ളതാണെന്ന് തോന്നാം. സിനിമാ നിരീക്ഷകരും ആസ്വാദകരും സിനിമയെ ഗൗരവമായി കാണുന്നവരും എൻ്റെ വീഡിയോയിൽ പുതുമയൊന്നുമില്ലെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.